ഞാൻ പറയാൻ പോകുന്നത് കേൾക്കാൻ സ്വപ്പം വിഷമമുള്ള കാര്യമാണ്. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. എതിരില്ലാതെ തെരഞ്ഞെടുത്ത കുട്ടിക്കെതിരെ അഭിഹിത കഥകൾ പറഞ്ഞ് രസിക്കുകയാണ് അമ്മയുടെ ഭരണസാരഥി. ലൈസൻസ് ഇല്ലാത്ത നാവുകൊണ്ട് എന്ത് മണ്ടത്തരവും തെറിവിളിയും നടത്തി മുന്നേറുന്ന ഒരു മണ്ടൻ. നാട്ടുകാർ തന്റെ മോനെ തല്ലിക്കൊല്ലും സൂക്ഷിച്ചോന്ന് സ്നേഹം കൊണ്ട് പറഞ്ഞാൽ ഞാൻ മനോജ് ഇബ്രാഹിമിനെ കൊണ്ട് പരാതി പറഞ്ഞവനെ ഒതുക്കിക്കൊള്ളാം, മക്കള് നന്നായി തെറി വിളിച്ച് രസിക്കട്ടെ എന്ന് പരസ്യമായി പറയുന്ന മറ്റൊരുത്തൻ. അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ഇവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ, പുരുഷ വേശ്യകളാണ്. ഇവനൊക്കെയാണ് അൻസിബയെ വിമർശിക്കുന്നത്. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ഒരു പെൺകുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് ഇവൾ അവിഹിതക്കാരിയാണ്, ഇവൾ മതം മാറ്റാൻ നടക്കുന്നവളാണ് പറയുന്നത് പുരുഷ ലക്ഷണമല്ല എന്നാണ് എന്റെ പക്ഷം. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അല്ലെങ്കിൽ പറയുന്നവൻ മാന്യനായിരിക്കണം. എടാ, ഇതൊരു കലാമൂല്യമുള്ള ഒരു സ്ഥാപനമല്ലേ, ഇവിടെ നിൽക്കുന്നവന് കുറച്ചെങ്കിലും കലാവാസന വേണ്ടേ? ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരുത്തൻ എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതേ, മോഹൻലാലിന്റെ പേര് പറയാതെ മോഹൻലാലുമായിട്ടൊക്കെയാണ് ചേർത്ത് ഈ കുട്ടിയെ അനാവശ്യം പറയുന്നത്. എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഇവനൊക്കെ കണ്ണാടിന് മുമ്പ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പറയണ്ടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. നിന്റെ കോമഡി പറഞ്ഞടാ. പ്രേം നസീറിനെ പറ്റി ഇല്ലാ കഥ പറഞ്ഞ ടിന്നി ടോം, മലയാളികൾ എത്ര ടൺ തെറിവിളിയാണ് ടിന്നി ടോമിനെ വിളിച്ചത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ടിന്നി ടോമിന് നല്ല തൊലിക്കെട്ടിയുണ്ടെന്ന്, എത്ര ആരെന്തൊക്കെ തെറി വിളിച്ചാലും ചിരിച്ചോണ്ടിരിക്കും. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒരുപക്ഷെ മനുഷ്യന് വേദന കൂടുമ്പോ സമനില തെറ്റുമായിരിക്കും. പ്രേം നസീർ ട്രസ്റ്റിന് മുന്നിൽ ടിന്നി ടോമിനെ ഹാജരാക്കി സമസ്താപരാധം മാപ്പ് പറയിച്ച് കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഊരിക്കൊണ്ടുപോയത് ഈ പറഞ്ഞ അൻസിബയെ. ഞാൻ മാത്രല്ല, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ ഇയാൾ തെറി വിളിക്കുന്ന അൻസിബ സുരേഷ് കുമാറും പ്രേം നസീറിന്റെ ബന്ധുക്കളും ഒക്കെയുള്ള ആ ട്രസ്റ്റിൽ ചെന്ന് അവരുടെ മുന്നിൽ സമസ്ത അപരാധം പറഞ്ഞു. അതിന് കൂടെ പോയത് അൻസിബയായിരുന്നു. ആ ഒരു ബോധം പോലും ഇല്ലാതായി പോയി ടിന്നി ടോമിന് എന്ന് പറയാം. ഒരു പ്രത്യേക ജീവിതല്ലേ. ടീന കുറുപ്പിനെ വേദിയിലിട്ട് തല്ലാൻ പോയത്ര ടിനി. ആരാ? എറണാകുളത്തെ വൈറ്റിലെ ഗുണ്ടയോ? അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. ഞാൻ ചോദിക്കുന്നത്, ടിനി നീ ഒരു ആണാണെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ നാണം കെട്ട പണികൾക്ക് പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഒരു പരിഹാസ്യ കഥാപാത്രമായി ആൾക്കാരുടെ മുന്നിൽ, മലയാളിയുടെ മുന്നിൽ ഇപ്പൊ ടിന്നിട്ടോ. ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ലൈഫ് കാണാം. നിങ്ങളെ കണ്ടിട്ടാകണം നിങ്ങളുടെ മോൻ വളരുന്നത്. തനി അതെന്റെ അച്ഛന്റെ കുഴപ്പം. താൻ വലിയ ക്രോസ് സാരം നടത്തണ്ട. ഞാൻ പോയി റെസ്റ്റ് എടുത്തോട്ടെ.